ഇങ്ങനെയാണോ ഒരു സമരത്തോട് കേന്ദ്ര സർക്കാർ പ്രതികരിക്കേണ്ടത്? നോക്കൂ, ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അവതാരികയിൽ പറയുന്നു വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തെ എന്നൊക്കെ. നോക്കൂ, 20 ദിവസമായി നിരാഹാരം കിടക്കുന്ന ഒരാളെ, നിരാഹാര സമരം നിർത്താൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സമ്മതിക്കാത്ത ഒരാളെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുകയല്ലാതെ മറ്റെന്താണ് നിവർത്തിയുള്ളത്? ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം രാകേഷ് കുമാർ സൈനി എന്ന് പറയുന്ന ആൾ സമർപ്പിച്ചിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അത് പറയുന്നത് സോനം വാങ്ചുക്കിന്റെ ജീവിതം അപകടനിലയിലാണ്, അദ്ദേഹത്തിന്റെ ജീവന് ആപത്തുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തരമായി വൈദ്യസഹായം കൊടുത്തില്ലെങ്കിൽ, ഫോഴ്സ് ഫീഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ, വെള്ളത്തിന്റെ രൂപത്തിലാക്കിയിട്ടുള്ള ഭക്ഷണം അദ്ദേഹത്തിന് ഫോഴ്സ് ഫീഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി നിർദ്ദേശിക്കണം അത്തരത്തിൽ ചെയ്യാൻ എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ഒരു മെഡിക്കൽ ടീമിനെ വെച്ച് സൂപ്പർവിഷൻ നടത്താനും അദ്ദേഹത്തിന്റെ ജീവൻ അപകടനിലയുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനും ആവശ്യമെങ്കിൽ ഫോഴ്സ് ഫീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നിർദ്ദേശിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സമരം 21ാം ദിവസമാണ്. ആ സമരം മോണിറ്റർ ചെയ്യണമെന്നതിനപ്പുറം ഫോഴ്സ് ഫീഡിംഗ് പറയുന്നുണ്ടോ ഹൈക്കോടതിയുടെ? ഇൻ കേസ് ഓഫ് എ മെഡിക്കൽ അഡ്വൈസ്, നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടമുണ്ട്, ആരോഗ്യനില അത്രമേൽ ആശങ്കാജനകമാണ്, ഭക്ഷണം കഴിക്കാതെ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ അത്തരത്തിലൊരു മെഷറിലേക്ക് തിരിയാമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് ഡൽഹി പോലീസ് പാലിക്കുന്നതെങ്കിൽ ആ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ എവിടെയാണ് സോനം വാങ്ചുക്കിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്? നോക്കൂ, സോനം വാങ്ചുക്ക് ഈ പറയുന്നത് പോലെ രാവിലെ തന്നെ അദ്ദേഹത്തെ പോലീസ് സംഘം അവിടെ നിന്ന് കൊണ്ടുപോവുകയും സഫ്ദർജംഗ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രതിഷേധക്കാർ പറഞ്ഞത് എന്താണ്? പോലീസുകാരല്ല, വേഷം മാറി വന്നിട്ടുള്ള RSSന്റെ ആളുകളാണ് ഇവരെ എടുത്തുകൊണ്ട് പോയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്നത് പോലെയുള്ള നിരവധിയായിട്ടുള്ള നുണകൾ ഇവർ ആവർത്തിച്ചെങ്കിലും ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സഫ്ദർജംഗ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ അദ്ദേഹത്തെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ടീമിന്റെ പരിചരണത്തിന് വിധേയരാക്കുകയും ചെയ്തു. ആ ഹോസ്പിറ്റലിലെ കൺസെന്റ് ഫോമിൽ അദ്ദേഹം തന്നെ ഒപ്പിട്ട് കൊടുത്തതായിട്ടുള്ള വിവരം കഴിഞ്ഞ ദിവസം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ചെന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ആശുപത്രിയുടെ നിയമാവലികൾ പ്രകാരം അത്രയും വേഗത്തിൽ അത് കൊടുക്കാൻ സാധിക്കുമായിരിക്കില്ല. അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ റെക്കോർഡുകൾ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം നടപടികളിലേക്ക് പോവാതിരിക്കാനുള്ള ഓപ്ഷൻ ആയിരുന്നല്ലോ കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അല്ല, ശ്രീ ശങ്കുട്ടിദാസ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 2 പരാതികളുണ്ട്. ഒന്ന്, മെഡിക്കൽ റിപ്പോർട്ട് ഈ ഫോഴ്സ് ഫീഡ് അതായത് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഫോഴ്സ് ഫീഡ് ചെയ്ത് കൊടുക്കണം ഭക്ഷണം, ആ രീതിയിൽ കണ്ടീഷൻ വേഴ്സൺ ആയി എന്ന മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. 2, ഫോൺ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ അദ്ദേഹത്തിന് കാണാൻ പോവുകയാണെങ്കിൽ ഫോൺ കൂടെ കൊണ്ടുപോകരുത് എന്നൊരു നിർദ്ദേശം. 3ാമതായി അഭിഭാഷകൻ പാടില്ല എന്ന് അവിടെ അഭിഭാഷകൻ അനുവദിക്കുന്നില്ല. ഈ 3 പരാതികൾ ഭാര്യയ്ക്കുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, സ്വന്തം ഭാര്യ സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ പരാതിയാണ് ഇത് 3. നോക്കൂ, ഇതെല്ലാം കേവലം നിങ്ങൾ പറയുന്ന ഹിയർസേ മാത്രമാണ്. ഇതൊന്നും നമ്മുടെ മുമ്പിൽ ആധികാരികമായിട്ടുള്ള വിവരങ്ങളല്ല. അങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന മര്യാദയല്ല. ഈ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചു വരുന്ന ആൾക്ക് സംസാരിക്കാൻ അവസരം നിങ്ങൾ കൊടുക്കണ്ടേ? താങ്കൾ പറഞ്ഞത് ഹിയർസേ ആണെന്ന്, അപ്പൊ അത് ആധികാരികതയെ ചോദ്യം ചെയ്യല്ലേ? നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഒരാളുടെ ജീവന്റെ സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. നിങ്ങൾ സ്വയം വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വെടിയാനുള്ള അവകാശമില്ല. അത് ആത്മഹത്യാ ശ്രമത്തിന് നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ പോലും വകുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാള് ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് നിരാഹാര സമരം നടത്തുകയും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളോടെല്ലാം വിസമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിർബന്ധപൂർവ്വം ഫീഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ സോഷ്യൽ ആയിട്ടുള്ള വലിയ ഇഷ്യൂസിലേക്ക് വഴിവെക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാറുള്ള ഒരു നടപടി തന്നെയാണ് കേന്ദ്രം അവലംബിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നിങ്ങളെ മറ്റൊരു സംഭവം ഓർമ്മിക്കാം. 2011 ഇന്ത്യയിൽ നിഗമാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു സന്യാസി ഗംഗാ നദീ തടത്തിലുള്ള ഇല്ലീഗൽ മൈനിങ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്നു. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. 115 ദിവസം അദ്ദേഹം നിരാഹാരം കിടന്നിട്ട് അദ്ദേഹം നിരാഹാര സമരത്തിനിടെ മരിച്ചുപോയി. അതിനെതിരെ ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ ഉണ്ടാവുന്നതാണോ ശരി? അതോ 20 ദിവസം ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ അപകടം ഉണ്ടെന്ന് വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണോ? അദ്ദേഹത്തെ പോലീസ് രഹസ്യ സംഘത്തിലേക്ക് മാറ്റുകയല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ ആവശ്യം? സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന്
മാറ്റാൻ പാടില്ല, അദ്ദേഹം അനന്തകാലം നിരാഹാരം കിടന്നിട്ട് അദ്ദേഹം മരിച്ചു പോകണമെന്നാണോ? ആ വിഷയത്തെ കൂടി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഈ പട്ടാളവും പോലീസും വരുന്നതിന് പകരം കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഒന്ന് കേൾക്കണമെന്ന്. ഇന്നലെയും അത്രയും അവശനായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോ താങ്കളും കണ്ടു കാണുമല്ലോ. എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ ആളുകൾ വരാത്തതെന്നാണ് ചോദിക്കുന്നത്. പോലീസിന് വരാം, പട്ടാളത്തിന് വരാം, പക്ഷെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സോനം വാങ്ചുക്കിന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. സോനം വാങ്ചുക്കിന്റെ ധാരാളം വീഡിയോ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. 2025 ലഡാക്കിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഡേ 7 ലൈവിൽ അദ്ദേഹം പറഞ്ഞത് ചൈനീസ് ആർമി ഇന്ത്യയിലേക്ക് കടന്നു കയറി വന്നാൽ, പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓഫ് ചൈന ലഡാക്കിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ തടയുകയില്ല, പകരം അവർക്ക് ഇന്ത്യയിലേക്ക് കയറാനുള്ള വഴി ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ലഡാക്കിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യയുടെ കൂറ് പുലർത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല എന്നാണ്. അദ്ദേഹത്തിനെതിരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേസൊക്കെ ഉണ്ടായിരുന്നു. സോനം വാങ്ചുക്ക് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങൾ നിരന്തരമായി നടത്തുകയും അതിന്റെ പേരിൽ വിവിധങ്ങളായിട്ടുള്ള കേസുകൾ പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് നേരിട്ട് പോയി കണ്ട് സമാധാനിപ്പിക്കേണ്ട അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം. താങ്കൾ ചൂണ്ടിക്കാണിച്ച ലഡാക്കുമായി ബന്ധപ്പെട്ട കേസിൽ NSA ചുമത്തിയാണ് കേസെടുത്തത് കേന്ദ്ര സർക്കാർ. 12 മാസം അകത്ത് കിടക്കാമല്ലോ. സുപ്രീം കോടതി എങ്ങനെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രീം കോടതിയോട് പറഞ്ഞു വിട്ടയക്കണ്ട. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തു? അറസ്റ്റിനുള്ള കാരണം വ്യക്തമാക്കണം എന്നല്ലേ പറഞ്ഞത്? NSA ചുമത്തി അദ്ദേഹത്തെ രാജസ്ഥാനിലുള്ള ജോധ്പൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. 6 മാസത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ശിക്ഷാ ഇളവ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്, അല്ലാണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതേപോലെ തന്നെ ലഡാക്കിൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നിട്ടുള്ള ജൻസി കലാപത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിൽ കലാപം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും അതിന്റെ പേരിൽ അവിടുത്തെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ അവിടുത്തെ വിദ്യാർത്ഥികൾ തകർക്കുകയും ചെയ്തിട്ടുള്ള കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. അത്തരത്തിലുള്ള നിരവധി കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളോട് ചർച്ച നടത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പക്ഷെ അവിടുത്തെ വിഷയം വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള മുഴുവൻ കറക്റ്റീവ് മെഷേഴ്സും ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന നീറ്റ് പരീക്ഷയുടെ ലീക്കുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്യുകയും രണ്ടാമത് റീടെസ്റ്റ് നടത്തുകയും ആ റീടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുകയും കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും 11 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മേൽ CBI അന്വേഷണം നടത്തുകയും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറൽ റിഫോംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥികളുടെ വിഷയം മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യുകയും എന്നാൽ ഈ സമയത്ത് ഒരു നിരാഹാര സമരം നടത്തി കേന്ദ്ര സർക്കാരിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം നടത്തിയെടുക്കാം എന്നുള്ള വിചാരങ്ങളോടൊന്നും സമന്വയപ്പെടാനോ അതിനൊന്നും വഴങ്ങി കൊടുക്കാനോ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. അങ്ങനെ ചെയ്തൊരു അനുഭവം ഇന്ത്യയിലില്ല. നിങ്ങളൊന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ശ്രീ ശങ്കുട്ടിദാസ്. जैसे उस समय जयप्रकाश जी ने भ्रष्टाचार के खिलाफ बिगल बजाया था, आज अन्ना हजारे जी बिगल बजा रहे हैं. उस समय इलाहाबाद के न्यायालय ने इंदिरा गांधी के खिलाफ कठोर कार्रवाई की थी. इस बार सुप्रीम कोर्ट कांग्रेस की UPA सरकार के खिलाफ कठोर कार्रवाई कर रही है. और जब तूफान खड़ा हुआ था तो इंदिरा गांधी ने बयान दिया था कि जो लोग सत्ता के भूखे हैं झूठे आरोप लगाते हैं और देश को गुमराह कर रहे हैं, ऐसा इंदिरा जी ने बयान दिया था. कल प्रधानमंत्री मनमोहन सिंह जी ने भी वैसा ही बयान दिया. उन्होंने ये किया कि अन्ना हजारे लोगों के बहकावे में आकर के अनशन पर बैठ गए हैं. यही बात इंदिरा गांधी ने बोली थी, यही बात मनमोहन सिंह बोल रहे हैं. मनमोहन सिंह जी को याद रहे, मैडम सोनिया को याद रहे, जब जनता जनार्दन जागती है तो इंदिरा गांधी की सल्तनत भी नहीं रही थी, आपकी भी रहने वाली नहीं है. അതായത് അണ്ണാ ഹസാരെ നിരാഹാര സമരം ഇരുന്നത് ആളുകളുടെ ആരൊക്കെയോ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ചാണ് എന്നാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ശ്രീമതി ആര്യ നിങ്ങൾ ആ കാര്യത്തിൽ അന്ന ഹസാരിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. അന്ന ഹസാരിയുടെ സമരത്തെ കോൺഗ്രസിന്റെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത്? രാംലീല മൈതാനിലേക്ക് പോലീസിനെ അയച്ചുകൊണ്ട് ബാബാ രാംദേവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അദ്ദേഹം സ്ത്രീകളുടെ നൈറ്റി എടുത്താണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്ത അനുഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന ഹസാരെ നിർബന്ധപൂർവ്വം അവിടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 1966 ആന്റി ഹൗസ്ലോട്ടർ ബാൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ട് പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുള്ള സന്യാസിമാർക്ക് നേരെ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് വെടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 8 സന്യാസിമാർ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സമീപനമല്ല കേന്ദ്ര സർക്കാരോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ജീവന് വില കൊടുത്തുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുക എന്നാണ് ചെയ്തിട്ടുള്ളത്. ഇതേ സമയത്ത് കേന്ദ്ര സർക്കാരിന് അനുഭാവം ഇല്ലെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് അനുഭാവമുണ്ട്? ഞാൻ നോക്കുമ്പോൾ മാതൃഭൂമിയിൽ ജൂൺ 6 തീയതിക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഈ സോനം വാങ്ചുക്ക് 21 ദിവസമായിട്ട് ഈ സമരം നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരു ചർച്ച വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് ഈ പറയുന്ന നിരാഹാര സമര പന്തൽ സന്ദർശിച്ചിട്ടുണ്ടോ? സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പോയിട്ടുണ്ടോ? നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളും അവഗണിച്ചാണ് ചർച്ച ചെയ്യണത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലായ